താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ധാരാളം ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, അതിന് ഒരു വിശദീകരണമാണ്. എന്തുകൊണ്ട് ഈ പല ചർച്ചുകൾ എങ്ങനെയാണ് ഉണ്ടായത്? കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാത്തലിക് ചർച്ചിന്റെ കാര്യവും പറയും, ഓർത്തഡോക്സ് ചർച്ചിന്റെ കാര്യവും പറയും. ഇപ്പൊ വിച്ച് വൺ ഈസ് റൈറ്റ് ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഈ ചിന്തിക്കുന്ന പോലെ ആദ്യം തൊട്ടേ ക്രിസ്തീയ സഭ ഒരു ഒറ്റ സഭയായിട്ട് ഇങ്ങനെ പോരുകയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ പിളർന്നു, അങ്ങനെയൊക്കെ ഒരു ധാരണയാണ് നമുക്കുള്ളത്. എന്നാൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യം തൊട്ട് അങ്ങനെ ഒരു അഭിപ്രായത്തിൽ ഒരു സഭയല്ലായിരുന്നു. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ, പല സ്കൂളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളല്ല, പല പല കാരണങ്ങളിൽ അവർ പല ഗ്രൂപ്പുകളായിട്ടായിരുന്നു ആ ചർച്ചകൾ. അതിൽ ചില ഗ്രൂപ്പുകൾ പിന്നീട് ഗുരുതരമായ ഉപദേശ പെശകുകളിലേക്ക് പോവുകയും മുഖ്യ സഭാഗാത്രത്തിൽ നിന്ന് നിഷ്കാസിതമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെ ഹെറസിസ് എന്നാണ് പറയുന്നത്. ഹെററ്റിക് ടീച്ചിങ്, ഹെറസികൾ, ദുരുപദേശങ്ങൾ. ഇപ്പോ നമ്മൾ പറയുന്നത് ദുരുപദേശമാണ്, അല്ലെങ്കിൽ ഞാൻ ദുരുപദേശകനാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പ്രചരിപ്പിക്കുമ്പോൾ ഈ ദുരുപദേശം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. ദുരുപദേശത്തിൽ നിന്ന് സതുപദേശത്തിലേക്ക് ഉള്ള യാത്രയിലാണ് ഞാനും എന്നോടൊപ്പം ഉള്ളവരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സഭയുടെ യഥാർത്ഥ വിശ്വാസം, ആ പാരമ്പര്യ വിശ്വാസം, ആ പൗരാണിക വിശ്വാസം, ആ ശ്ലൈഹിക വിശ്വാസത്തിലേക്ക് ഉള്ള മടക്കയാത്രയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ദൂരെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് തങ്ങളുടേതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് അവകാശപ്പെടുന്നത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ വൈചിത്ര്യം. ആ ഗ്രൂപ്പ് തന്നെ കൾട്ടായിട്ട് നിൽക്കുമ്പം ആ കൾട്ടിനകത്തിരുന്നു കൊണ്ട് ദുരുപദേശം എന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല. ഇന്നത്തെ നമ്മുടെ വിഷയം കാത്തലിക് ചർച്ച് എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു, ഓർത്തഡോക്സ് ചർച്ച് എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും നമ്മൾ അതേക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. സഭയുടെ ആരംഭ കാലങ്ങൾക്ക് ശേഷം അതിഗുരുതരമായ അതിഭയങ്കരമായ പീഡനത്തിലൂടെയാണ് സഭ പോയിക്കൊണ്ടിരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ കൂടുതൽ പേരും രഹസ്യ കേന്ദ്രങ്ങളിലാണ് വർഷിപ്പിന് കൂടി വന്നതും അവർ ജീവിച്ചിരുന്നതും. ഭൂമിക്ക് താഴെയുള്ള പിളർപ്പുകളിൽ, കാറ്റാക്കോംസ്, റോമൻ കാറ്റാക്കോംസിലൊക്കെ ക്രൈസ്തവർ ജീവിച്ചിരുന്നു. ഭൂഗർഭ ഗുഹകളിൽ ഏകദേശം 600 കിലോമീറ്ററോളം നീളത്തിൽ ഉള്ള ഭൂഗർഭ ഗുഹകൾ റോമിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആളുകളുടെ ഏകദേശം 60 ലക്ഷത്തോളം ആളുകളുടെ ഈ അവശിഷ്ടങ്ങളൊക്കെ അവർ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു ജനമായിരുന്നു. ഭൂമിക്കടിയിലെ അണ്ടർ ദ ഗ്രൗണ്ട് പ്രയറും ഓവർ ദ ഗ്രൗണ്ട് പെർസിക്യൂഷനുമാണെന്നാണ് ഒരാൾ അതേക്കുറിച്ച് എഴുതിയത്. ഭൂമിക്കടിയിലാണ് പ്രാർത്ഥിക്കുക, ഭൂമിക്ക് മുകളിലാണ് പീഡിപ്പിക്കപ്പെടുക. ഇതായിരുന്നു ആ ക്രിസ്ത്യാനികളുടെ സ്റ്റാറ്റസ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസം വന്നത് റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈന്റെ കാലത്താണ്. കോൺസ്റ്റന്റൈൻ ഭരണമേറ്റതോടെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന വ്യാപകവും സംഘടിതവുമായ ആക്രമണങ്ങൾക്ക് അറുതി വന്നു. അങ്ങനെ ക്രൈസ്തവ സഭ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് ക്രിസ്തീയ വിശ്വാസത്തെ ഏകീകരിക്കുവാൻ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ല, ഓരോ സ്ഥലത്തും പലരും പല രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടൊരു ഏകരൂപം ഉണ്ടാകുവാൻ, അഭിപ്രായ ഐക്യം ഉണ്ടാകുവാൻ, ഉപദേശത്തിന് വ്യക്തത ഉണ്ടാകുവാൻ, കൃത്യത ഉണ്ടാകുവാൻ, ഉപദേശത്തിൽ ഐക്യത ഉണ്ടാകുവാൻ ഒക്കെയാണ് കൗൺസിൽ വിളിച്ചു കൂട്ടിയത്. അങ്ങനെ വിളിച്ചു കൂട്ടിയ കൗൺസിലിൽ ഒന്നാമത്തെ കൗൺസിലാണ് നിക്കിയായിൽ നടന്ന കൗൺസിൽ. അതിനു മുമ്പും ധാരാളം ചർച്ച് കൗൺസിലുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം പ്രാദേശിക കൗൺസിലുകൾ
നിക്കിയ കൗൺസിലാണ് ഒന്നാമത്തെ കൗൺസിൽ എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതിനെ ഒന്നാമത്തെ കോമൺ കൗൺസിലാണ്, പൊതു സുന്നഹദോസാണ്, അല്ലെങ്കിൽ എക്യൂമെനിക്കൽ കൗൺസിൽ എന്ന് പറയും. അപ്പൊ പൊതുവായിട്ട് നടന്ന സുന്നഹദോസ്, സാർവത്രിക സുന്നഹദോസ്, ആ സാർവത്രിക സുന്നഹദോസിൽ ഒന്നാമത്തെ സാർവത്രിക സുന്നഹദോസാണ് നിക്കിയ സുന്നഹദോസ്. അതിനുമുമ്പ് അനേക കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. നിക്കിയ സുന്നഹദോസ് നടക്കുന്നതിന് തൊട്ട് തലേ വർഷങ്ങളിലൊക്കെ അവിടെ ലോക്കൽ പ്രാദേശിക കൗൺസിലുകൾ നടന്നിട്ടുണ്ട്. ബിഷപ്പുമാർ കൂടിയിരിക്കുകയും പ്രാർത്ഥിക്കുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലരെ സഭയിൽ നിന്ന് മുടക്കുകയും ചിലത് ഹെരസിയാണെന്ന് പ്രഖ്യാപിക്കുകയും. ഉദാഹരണം പറഞ്ഞാൽ അറിയൂസിനെ നിക്കിയ കൗൺസിലിൽ മുടക്കുന്നതിന് മുമ്പ് മറ്റ് കൗൺസിലിൽ അറിയൂസിനെ മുടക്കിയിട്ടുണ്ട്. അറിയൂസിന്റെ ഉപദേശം തെറ്റാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ത്യോക്യയില് പാത്രിയർക്കീസിന്റെ സ്ഥാനാരോഹണത്തെ തുടർന്നൊക്കെ ഒരു കൗൺസിൽ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പൊതു കൗൺസിൽ അല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പൊതു സുന്നഹദോസ് എന്ന നിലയ്ക്ക് ആദ്യത്തെ സുന്നഹദോസ് AD 325 നിക്കിയയിലാണ് നടന്നത്. രണ്ടാമത്തെ പൊതു സുന്നഹദോസ്, അതായത് എക്യൂമെനിക്കൽ കൗൺസിൽ നടന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലാണത് 381. മൂന്നാമത്തെ കൗൺസിൽ നടന്നത് എഫേസോസിലാണ്. ഇതിനെയാണ് ആദ്യത്തെ 3 പൊതു സുന്നഹദോസുകൾ എന്ന് പറയുന്നത്. ഈ 3 പൊതു സുന്നഹദോസുകൾക്ക് ശേഷം 4ാമത്തെ പൊതു സുന്നഹദോസ് നടന്നതാണ്. അതാണ് കൽക്കിയോൻ സുന്നഹദോസ് എന്ന് പറയും. അത് 5ാം നൂറ്റാണ്ടിലാണ് നടന്നത്. 451 ആകുമ്പോഴേക്കാണ് കൽക്കിയോൻ സുന്നഹദോസ് വരും. ഈ 4ാമത്തെ സുന്നഹദോസ് വരെ സഭ ഒന്നായിരുന്നു. സഭ ഒന്നെന്ന് പറഞ്ഞാൽ ഈ 3 സുന്നഹദോസുകളുടെ തീരുമാനം, ആ സുന്നഹദോസിലൂടെ രൂപപ്പെട്ട വിശ്വാസ പ്രമാണം, അത് മുറുകെ പിടിച്ച് സഭയ്ക്ക് അപ്പോഴും നേതൃത്വം പലതായിരുന്നു. സഭ ഒന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏക ശീർഷക നേതൃത്വം സഭയ്ക്കുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെയാണ് ഈ ഓർത്തഡോക്സ് വ്യൂവും കാത്തലിക് വ്യൂവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്. ഇപ്പൊ ഈ കാത്തലിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് റോമൻ കാത്തലിക് ചർച്ചിന്റെ പരമാധ്യക്ഷൻ റോമൻ മാർപ്പാപ്പയാണ്. അപ്പം മാർപ്പാപ്പായുടെ അപ്രമാദിത്വം, അതുപോലെ സാർവത്രിക സഭയിലുള്ള അധീശത്വം, അത്തരത്തിലുള്ള ഒരു ഫിഗർ ഓർത്തഡോക്സിയിലില്ല. അപ്പം ഓർത്തഡോക്സിയെയും കാത്തോലിസിസത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഘടകമാണത്. അതായത് റോമൻ മാർപ്പാപ്പായെ പോലെ പരമാധികാരമുള്ള ഒരു വ്യക്തി ഓർത്തഡോക്സിയിലില്ല. ഓർത്തഡോക്സിക്ക് അങ്ങനെ ഒരു പരമാധ്യക്ഷനില്ല. ഓർത്തഡോക്സിയിൽ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇപ്പൊ കോളേജ് ഓഫ് ബിഷപ്സ്, കൗൺസിലാണ് അധികാരമുള്ളത്, കൗൺസിലാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അതൊരു ദൈവീകതയാണ്, ഓർത്തഡോക്സിയുടെ ദൈവീകതയാണ്. കാരണം ശീർഷം അല്ലെ ഹെഡ് എന്ന് പറയുമ്പം ഒരു ഏകാധിപത്യം അല്ലെങ്കിൽ ഒരു മൊണോപ്പൊളി ആയിട്ട് ഒരു ഒറ്റ വ്യക്തി അധീശത്വമായിട്ടിരിക്കും. ആ ഒരു കാഴ്ചപ്പാടല്ല, ഒരു ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റാണ്. ഇപ്പൊ സഭയുടെ ആദ്യ കാലത്താണെങ്കിലും 3 സിംഹാസനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. സിംഹാസനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് സിംഹാസനം എന്നാണെങ്കിലും ഭൂമിയിലെ രാജാക്കന്മാർ കർത്തൃത്വം നടത്തുന്ന പോലെ നിങ്ങൾ കർത്തൃത്വം നടത്തരുത് എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. 3 സെന്ററുകൾ ഉണ്ടായിരുന്നു. 1 ആന്റിയോക്യ, 2 അലക്സാണ്ട്രിയ, 3 റോം. ഇപ്പൊ ആന്റിയോക്യ, അലക്സാണ്ട്രിയ, റോം എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ 3 കേന്ദ്രങ്ങളിലാണ് സഭയുടെ ഭരണ ചുമതല നിർവഹിക്കപ്പെട്ടത്. ആ കാലഘട്ടത്തിലാണ് ഈ സുന്നഹദോസ് നടക്കുന്നത്. അന്ത്യോക്യയിലും അലക്സാണ്ട്രിയയിലും റോമിലും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക നൽവരങ്ങളോടുകൂടെ 3 അധികാര സ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ആ അധികാര സ്ഥാനങ്ങളുടെ കീഴിലാണ് സഭ പരിലസിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ സുന്നഹദോസ് ഒക്കെ ഉണ്ടാകുന്നത്, നിക്കിയ സുന്നഹദോസ്. പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു അധികാര സ്ഥാനം സ്ഥാപിക്കപ്പെട്ടു. കാരണം കോൺസ്റ്റാന്റിനോപ്പിളിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മൂലം കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് എന്നൊരു സ്ഥാനമുണ്ടായി. പിന്നെ 5 പാത്രിയർക്കീസുമാർ സഭയ്ക്കുണ്ടായി. അതാണ് അന്ത്യോക്യ, റോം, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് ജെറുസലേം പാത്രിയർക്കീസ്. അങ്ങനെ 5 പാത്രിയർക്കീസുമാർ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. ഇതൊക്കെയാണ് സഭയുടെ ചരിത്രം. അപ്പൊ ആ കാലഘട്ടങ്ങളിലെല്ലാം സഭ ഈ പൊതുവിശ്വാസത്തെ, കോമൺ ഫെയ്ത്തിനെ ആധാരമാക്കിയാണ്
സഭ പോയിരുന്നത്. ഞാൻ പിന്നെയും പറയും, സഭയിൽ വിശ്വാസത്തിലാണ് ഭിന്നതയില്ലായിരുന്നു. അപ്പം ഐക്യം വരേണ്ടത് വിശ്വാസത്തിലാണ്, ഭരണത്തിലല്ല. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലാണ് ആ ഐക്യം കണ്ടെത്തേണ്ടത്. ഇവിടെയാണ് കാത്തലിസിസവും ഓർത്തഡോക്സിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. ഇപ്പോ കാത്തോലിസിസം എന്ന് പറയുമ്പം മാർപ്പാപ്പയിലാണ് ഐക്യം ഇരിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നെ കേൾക്കുന്ന കത്തോലിക്ക സുഹൃത്തുക്കളും ലിസൺ ചെയ്യുക. എന്താണ് ഈ ഓർത്തഡോക്സിയും കാത്തോലിസിസും ആയിട്ടുള്ള വ്യത്യാസം? ധാരാളം ആളുകൾ ചോദിക്കുന്നത്. ഇപ്പൊ കാത്തോലിസിസത്തിൽ യൂണിറ്റി എന്നത് മാർപ്പാപ്പയിലാണ്. അതായത് മാർപ്പാപ്പയുടെ നേതൃത്വം അംഗീകരിക്കുക, ആ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് യൂണിറ്റി. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. പക്ഷെ ഓർത്തഡോക്സിൽ യൂണിറ്റി എന്ന് പറയുന്നത് കോമൺ ഫെയ്ത്തിലും കമ്മ്യൂണിയനിലുമാണ്. കോമൺ ഫെയ്ത്തിലും കമ്മ്യൂണിയനിലുമാണ്. അപ്പൊ വിശ്വാസം ഏകമാണ്, പൊതുവാണ്. അപ്പൊ പൊതുവായ വിശ്വാസത്തിലും കമ്മ്യൂണിയനിലുമാണ്, സംസർഗമാണ്. ഇപ്പൊ വിശുദ്ധന്മാരുടെ സംസർഗം, അപ്പൊ പൊതുവായ വിശ്വാസം, ഏക പരിശുദ്ധ വിശ്വാസം. അപ്പൊ യൂണിറ്റി എവിടെയാണ്? വിശ്വാസത്തിലും കൂദാശകളിലും ആണ് ഐക്യം വരുന്നത്. അപ്പൊ വിശ്വാസപരമായ ഐക്യതയും കൗദാശികമായ ഐക്യതയുമാണ് ഓർത്തഡോക്സിയിലെ ഐക്യത, യൂണിറ്റി. അതൊരു ഭരണപരമായ അല്ലെങ്കിൽ സംഘടനാ തലത്തിലുള്ള ഐക്യമല്ല. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ സഭാതർക്കത്തെ പരിശോധിച്ചാൽ, കേരളത്തിൽ സഭാതർക്കത്തിൽ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് വിഭാഗമുണ്ട്. ഇപ്പൊ ഓർത്തഡോക്സിലെ ഐക്യത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഭരണതലത്തിലുള്ള ഐക്യം നല്ലതാണ് അതുണ്ടാകുന്നത്. പക്ഷെ ഓർത്തഡോക്സിയുടെ കോൺസെപ്റ്റിൽ ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിലാണ് ഐക്യം ഇരിക്കുന്നത്. ഇപ്പൊ ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിൽ ഐക്യമുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പൊ അത് രണ്ടു കൂട്ടരും പരിശോധിക്കണം. ഇപ്പൊ ഓർത്തഡോക്സുകാരും പരിശോധിക്കണം, യാക്കോബായക്കാരും പരിശോധിക്കണം. ഇന്നത്തെ എന്റെ വിഷയം ഈ മലങ്കരയിലെ സഭാതർക്കമല്ല. ഞാൻ കാത്തോലിസിസവും ഓർത്തഡോക്സിയുമായിട്ടുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. ഞാനിപ്പോ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിവിഷൻ നിൽക്കുന്നുള്ളൂ. ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിൽ കോൺഫ്ലിക്റ്റ് ഇല്ലെങ്കിൽ ചർച്ച് ഐക്യത്തിലാണ്, സഭകൾ യോജിപ്പിലാണ്. അതാണ് ഓർത്തഡോക്സിയുടെ വീക്ഷണം. ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിലാണ്. അപ്പൊ ഫെയ്ത്ത് ആൻഡ് സാക്രമെന്റ്സിൽ ഐക്യമുണ്ടോ എന്ന് പരിശോധിക്കുക. അവിടെയാണ് ഐക്യം. ബാക്കിയെല്ലാം സാങ്കേതികം മാത്രമാണ്. പക്ഷെ കാത്തോലിസിസത്തിൽ അങ്ങനെയല്ല. റോമൻ മാർപ്പാപ്പായിലാണ് ഐക്യം സ്ഥിതി ചെയ്യുന്നത്. ഐക്യം അതിലാണ്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഈ ഭരണപരമായ രീതിയിൽ. നമുക്ക് ദൈവത്തെ നോക്കിക്കഴിയുമ്പോൾ ത്രിത്വത്തെ കാണാം. നമ്മുടെ ദൈവം ട്രിനിറ്റേറിയൻ ഗോഡാണ്. അപ്പൊ ട്രിനിറ്റേറിയൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പൊ അതിൽ ഷെയറിങ് ആൻഡ് കെയറിങ് ആണ്, സബ്മിഷനാണ്. അപ്പൊ ഇതാണ് ഒരു ഓർത്തഡോക്സി ലീഡർഷിപ്പ്. ചർച്ചിന്റെ ലീഡർഷിപ്പും അങ്ങനെയാണ്. ഒരാള് ഒരു പരമാധികാരിയായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല, മറിച്ച് ആ കോളേജ് ഓഫ് ബിഷപ്സ് അല്ലെങ്കിൽ കൗൺസിൽ, അതാണ് ചർച്ചിന്റെ കേന്ദ്രം. അങ്ങനെയാണ് ചർച്ച് പരിപാലിക്കപ്പെടുന്നത്. അതാണ് ഒരു ഓർത്തഡോക്സ് വ്യൂ. മറ്റേ കാത്തലിക് വ്യൂ അതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. രണ്ടാമത്, ഈ ഓർത്തഡോക്സിയും കാത്തോലിസിസവുമായിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് വിർജിൻ മേരി എന്നുള്ള വിഷയമാണ്. അതെന്താണെന്ന് വെച്ചാൽ മറിയത്തിന്റെ അമലോത്ഭവത്വം അത് കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസമാണ്. മറിയത്തിന്റെ അമലോത്ഭവത്വം എന്ന് പറഞ്ഞാൽ മറിയ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഈ കമന്റുകളിലൂടെ വായിക്കുന്നതുകൊണ്ടാണ് സ്ലോ ആകുന്നത്, ക്ഷമിക്കണം. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയായി മറിയം പാപം കൂടാതെ ജനിച്ചു.
എന്നുള്ളതാണ് അമലോത്ഭവത്വം എന്ന വിശ്വാസം. അതായത് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഓഫ് വിർജിൻ മേരി. അപ്പൊ മറിയം ജനിച്ചത് പാപമില്ലാതെയായിരുന്നു. സോ മറിയത്തിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്ത മറിയത്തിൽ നിന്ന് പരിശുദ്ധനായ യേശു ജനിച്ചു എന്നുള്ള വിശ്വാസമാണ്. എന്നാൽ ഓർത്തഡോക്സിയിൽ ഇത് വളരെ വ്യത്യസ്തമാണ്. സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ പാപമുള്ള ആദാമിന്റെ മകളായി മറിയം ജനിച്ചുവെന്നും മറിയത്തിനും വീണ്ടെടുപ്പും രക്ഷയും ആവശ്യമായിരുന്നു എന്നും മറിയത്തിന്റെയും വീണ്ടെടുപ്പും രക്ഷയും പുത്രനിലൂടെ സംഭവിച്ചു എന്നും ഓർത്തഡോക്സ് വിശ്വാസം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഓർത്തഡോക്സിയുടെ കാഴ്ചപ്പാടിൽ മറിയം ഒരു സാധാരണ മനുഷ്യ സ്ത്രീ ആയിരുന്നു. മറിയം ദൈവമാതാവായിരുന്നു നിശ്ചയമായിട്ടും തിയോട്ടോക്കോസ്. പക്ഷെ മറിയം പാപം കൂടാതെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയായ ഒരു ജന്മമായിരുന്നു മറിയത്തിൻ്റെത് എന്നുള്ള ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നുള്ള വിശ്വാസം ഓർത്തഡോക്സിയിലില്ല. അങ്ങനെ ഒരു വിശ്വാസം കാത്തോലിസിസത്തിലുണ്ട്. അപ്പം അത് സാമുവൽ എൽദോ ഞാൻ ഈ കാത്തോലിസിസത്തിന്റെയും ഓർത്തഡോക്സിയും കമ്പയർ ചെയ്യാം. അപ്പം നമ്മുടെ മലങ്കരയിലെ സഭയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പരിഗണനയിലും ഇരിക്കുന്ന വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഷയമാണ്. സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിഗണനയിലും ഒക്കെ ഇരിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ ഇവിടെ ഒരു ലൈവിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളിപ്പോ കമ്പയർ ചെയ്യുന്നത് കാത്തോലിസിസം എന്താണ്, ഓർത്തഡോക്സി എന്താണ്. ഇപ്പൊ രണ്ട് വ്യത്യാസമാണ് നമ്മൾ പഠിച്ച. ഒന്ന് ലീഡർഷിപ്പിലെ ആ കോൺസെപ്റ്റ്, ഇത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ, ഈ അമലോത്ഭവത്വം, മറിയത്തിന്റെ അമലോത്ഭവത്വം എന്ന കാര്യത്തിൽ വ്യത്യാസമുണ്ട്. മൂന്നാമത്തെ ഒരു വ്യത്യാസം ഈ ഐക്കോൺസ് എന്നുള്ള ഒരു വ്യത്യാസം. ഐക്കോൺസ്, നിങ്ങളെ ഐക്കോൺ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഓർത്തഡോക്സ് ഐക്കൺസ്. അത് സാധാരണ ചിത്രങ്ങളിൽ നിന്നും രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ഈ ഓർത്തഡോക്സ് ചർച്ചിനെ പറ്റി ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഈ ഓർത്തഡോക്സ് ചർച്ച് സാധാരണയായിട്ട് ചിത്രങ്ങൾ ഉപയോഗിക്കാറില്ല. ചിത്രങ്ങൾ, അതുപോലെ രൂപങ്ങൾ ഉപയോഗിക്കാറില്ല. ഇപ്പൊ രൂപങ്ങളും ചിത്രങ്ങളും ഓർത്തഡോക്സിയിൽ ഇല്ല. മറിച്ച് ഓർത്തഡോക്സിയിലുള്ളത് ഐക്കൺസ് ആണ്. അപ്പൊ ഓർത്തഡോക്സിന്റെ ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എങ്ങനെ ഇരിക്കും, ഇതെല്ലാം ഐക്കൺസ് ആണ്. അത് ഈ പ്യുവർ ആയിട്ടുള്ള പിക്ചേഴ്സ് അല്ല. നോക്ക, ഇതൊരു ഐക്കണാണ്. ഈ ഐക്കൺ എന്ന് പറഞ്ഞാല് എ പിക്ചർ ടെൽസ് 1000 വേർഡ്. എ പിക്ചർ ടെൽസ് 1000 വേർഡ്. ഇപ്പൊ ഒരു ചിത്രം 1000 വാക്കുകൾ പറയും. ഇപ്പൊ കുറെ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് പകരം ഒരു ചിത്രം കൊണ്ട്, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, കാരണം കൂടുതൽ ആളുകൾക്ക് എഴുത്തും വായന അറിയത്തില്ല, എഴുതാൻ വളരെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഒരു ചിത്രം വരച്ചു വെക്കും. ആ ചിത്രം ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. ഒരുപക്ഷെ ഒരു ഉപദേശമായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഭവമായിരിക്കും. ഡോക്ട്രിൻസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന ഐക്കൺസ് ഉണ്ട്, ഓർത്തഡോക്സ് ഐക്കൺസ് ഉണ്ട്. ചില ഉപദേശങ്ങളൊക്കെയാണ്. ആ ഐക്കൺ നോക്കുമ്പോൾ നമുക്കൊരു ഉപദേശം മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു സംഭവം. അപ്പൊ അതുകൊണ്ട് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ അത് സ്ക്രിപ്ചറിന് ഈക്വലാണ്. സ്ക്രിപ്ചറിന് ഈക്വൽ ആയിട്ടാണ് ഐക്കോൺസിനെ കാണുന്നത്. ഐക്കൺസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എബ്രായ ഭാഷ തന്നെ, ആദ്യത്തെ എബ്രായ ഭാഷ, ഇന്നത്തെ എബ്രായ ഭാഷ 3 പ്രാവശ്യം മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് വന്ന ഭാഷയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒറിജിനൽ ഹീബ്രു ലാംഗ്വേജ് ചിത്രലിപിയായിരുന്നു, മുഴുവൻ ചിത്രങ്ങളായിരുന്നു. ചിത്രം വരച്ചു വെക്കുക, ഓരോ ചിത്രങ്ങൾ നോക്കിയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ചിത്രലിപി ആയിരുന്നു. അതേക്കുറിച്ച് ഇന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ചിത്രലിപി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതേക്കുറിച്ചുള്ള സ്റ്റഡി. അപ്പൊ അതിൽ നമുക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ധാരാളം കാര്യങ്ങൾ, ബൈബിളിൽ നിന്ന് ഒത്തിരി ലൈറ്റ്സ് കിട്ടും. ഏൻഷ്യൻ ഹീബ്രു എന്നാ പറയുന്നത്. അപ്പൊ ഏൻഷ്യൻ ഹീബ്രു പഠിക്കുമ്പോൾ, ഈ ട്രിനിറ്റേറിയൻ ഡോക്ട്രിനിലൊക്കെ നമ്മൾ ഏൻഷ്യൻ ഹീബ്രു പഠിക്കുമ്പോൾ നമുക്ക് ധാരാളം പുതിയ അണ്ടർസ്റ്റാൻഡിങ്, പുതിയതല്ല, കുറെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ബോധ്യങ്ങൾ കിട്ടും.
ചിത്രലിപിയെ കുറിച്ച് പറയുമ്പോൾ. പിന്നീടാണ് ഈ സുറിയാനി ലിപി കടമെടുത്ത് മോഡേൺ ഹീബ്രു ഒക്കെ വരുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഐക്കണെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പടമല്ല. ഇന്ന് നമ്മൾ കാണുന്നുണ്ട് മാതാവിന്റെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന രൂപം, അതിസുന്ദരിയായ ഒരു യുവതി ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്ന, അതൊരു ജസ്റ്റ് പിക്ചറാണ്, അതൊരു ചിത്രം മാത്രമാണ്, അത് അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ ഐക്കൺ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ചിത്രമല്ല, അത് സംസാരിക്കുകയാണ്. അത് പല മാനങ്ങളിൽ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു 100 പേജ് എഴുതുന്നതിന് പകരമാണ് ഒരു പിക്ചർ അവിടെ നിൽക്കുന്നത്. അതാണ് ഓർത്തഡോക്സ് ഐക്കണും കാത്തലിക് പിക്ചറുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ കത്തോലിക്ക കോൺസെപ്റ്റിൽ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അതിപ്പം ഡാവിഞ്ചിയുടെ ചിത്രമാണെങ്കിലും അല്ലെ മൈക്കൽ ആഞ്ചലോയുടെ ചിത്രമാണെങ്കിലും അല്ലെ റാഫേലിന്റെ ചിത്രമാണെങ്കിലും അത്യുത്കൃഷ്ടമായിരിക്കുന്ന കലാരൂപങ്ങൾ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യന്റെ സാംസ്കാരിക ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ തന്നെയാണ് മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടികള്, ചിത്രങ്ങള്, ശില്പങ്ങള് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ആകർഷണീയമാണ്. പക്ഷേ ഓർത്തഡോക്സിയിലെ ഐക്കൺസ് എന്ന് പറഞ്ഞാൽ ആകർഷണീയമല്ല. ഐക്കൺസ് കണ്ടാൽ പിള്ളേർക്കൊന്നും ഒരു ഇൻട്രസ്റ്റും തോന്നത്തില്ല, ഒരിക്കലും ഇൻട്രസ്റ്റ് തോന്നത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 35 വർഷം മുമ്പ് എൻ്റെ അമ്മാച്ചൻ റഷ്യക്ക് പോയി. റഷ്യക്ക് പോയിട്ട് അദ്ദേഹം റഷ്യയിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു സമ്മാനം തന്നെ, നിനക്ക് ഇരിക്കട്ടെ, നീ മണ്ണാട്ടൊക്കെ ഉള്ളതല്ലേ, മാതാവിന്റെ ഒരു പടം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മാതാവിന്റെ ഒരു പടം ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. റഷ്യയിൽ നിന്നുള്ള മാതാവിന്റെ പടമല്ലേ. പക്ഷെ ഞാനത് വലിയ റോളായിരുന്നു. ആ വീട്ടിൽ കൊണ്ട് റോൾ അഴിച്ചു നോക്കി ഞാനങ്ങ് നിരാശപ്പെട്ടു പോയി. കണ്ടിട്ട് ഒരു ഭംഗിയില്ല, ഒരുമാതിരി കോടിയിരിക്കുന്ന മുഖമൊക്കെ ആയിട്ട് ഒരു മാതാവ്. അപ്പൊ ഇതെന്തൊരു മാതാവാണെന്ന് പിന്നെയും റഷ്യയിൽ നിന്ന് വന്നല്ലേ എന്ന് ഓർത്ത് ഞാനത് ഫ്രെയിം ചെയ്തൊക്കെ വീട്ടിൽ വെച്ചു. ആ വീട്ടിൽ വന്നത് കണ്ടവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവസാനം അത് എടുത്ത് കളഞ്ഞു. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി, അതൊരു ഐക്കണായിരുന്നു, റഷ്യൻ ഐക്കണായിരുന്നു. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ സെയിന്റ് മേരിയുടെ ഐക്കണായിരുന്നു. അദ്ദേഹം മോസ്കോയിൽ നിന്ന് മേടിച്ച് എനിക്കൊണ്ട് തന്നതാണ്. പക്ഷെ എനിക്ക് അതിന്റെ മൂല്യം മനസ്സിലായില്ല, കാരണം കണ്ടാൽ ഭംഗിയില്ല. അതാണ് ഐക്കണുകളുടെ പ്രത്യേകത. അതേക്കുറിച്ച് പ്രത്യേകം ഐക്കണോഗ്രാഫിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന നമ്മുടെ ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ഒരിക്കൽ ലൈവിൽ ജോയിൻ ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കണ്ടില്ല, വരുമായിരിക്കും. അപ്പൊ ഈ ഐക്കണ് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ കാത്തലിക് ചർച്ച് രൂപങ്ങൾ ഉപയോഗിക്കുന്നു, ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷെ ഓർത്തഡോക്സിയിൽ രൂപങ്ങളില്ല, ചിത്രങ്ങളില്ല. എന്നാൽ ഇന്ന് ധാരാളം ഓർത്തഡോക്സുകാർ വീടുകളിൽ ചിത്രങ്ങൾ വെക്കാറുണ്ട്. ഇപ്പൊ യേശു ഇങ്ങനെ അകലേക്ക് വിഴി നട്ടിങ്ങനെ ഒരു പാറപ്പുറത്ത് കൈവച്ചിരിക്കുന്ന പടമൊക്കെ മിക്ക ഓർത്തഡോക്സ് വീടുകളിലും ഉണ്ട്. പക്ഷെ അത് ഓർത്തഡോക്സി അല്ല. അതായത് ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ കൈവച്ച് ഒരു ചന്ദ്രനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ഒരു പടം. ആ പടമൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. ഇന്ന് വളരെ പോപ്പുലറാണ്. പക്ഷെ അത് ഓർത്തഡോക്സി അല്ല. ഓർത്തഡോക്സിയിൽ ഐക്കൺസ് ആണ്, ഒരിക്കലും ചിത്രങ്ങളില്ല, രൂപങ്ങളില്ല. കുരിശ് വെറും കുരിശ് മാത്രമായിരിക്കും. ആ കുരിശിലും രൂപങ്ങളില്ല ഓർത്തഡോക്സിൽ. പക്ഷെ കാത്തോലിസത്തിൽ ക്രൂശിത രൂപമുണ്ട്. ഞാൻ ഈ ഓർത്തഡോക്സിയും കാത്തോലിസും ആയിട്ടുള്ള വ്യത്യാസം പറയും. ഞാൻ കമന്റുകൾ നോക്കുന്ന ഇടയ്ക്ക്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അപ്പൊ ഞാൻ 3 വ്യത്യാസമായി. 4ാമതുള്ള ഒരു വ്യത്യാസം, കാത്തലിക് ചർച്ചില് പരിശുദ്ധ കുർബാനയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പമാണ് ഉപയോഗിക്കുന്നത്, പത്തീറ. എന്നാൽ ഓർത്തഡോക്സ് ചർച്ചില് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. പുളിപ്പുള്ള അപ്പം എന്ന് പറഞ്ഞാൽ ലഹമോ, മറ്റേ പത്തീറയാണ്. അത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാത്തലിക് ചർച്ചിൽ ചെന്നാൽ പുളിപ്പില്ലാത്ത അപ്പമാണ്, അൺലീവൻ ബ്രെഡാണ്. ഓർത്തഡോക്സിൽ ലീവൻ ബ്രെഡാണ്. വെറും അപ്പം എന്ന് പറയുന്നത് പുളിപ്പുള്ള അപ്പമാണ് ബൈ ഡിഫോൾട്ട് മനസ്സിലാക്കുന്നത്. ഓർത്തഡോക്സിയിൽ പുളിപ്പുള്ള അപ്പം ആണ് ഉപയോഗിക്കുന്നത്. അവരെ ആദ്യം തൊട്ട് ആ സഭകളിൽ അത്തരത്തിലുള്ള അപ്പമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ മാറിയതല്ല. ഓർത്തഡോക്സിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരിക്കലും ഉപദേശത്തെ മാറ്റത്തില്ല. ഉപദേശത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ അവര് 1-ാം നൂറ്റാണ്ടിൽ അവർ എന്തു വിശ്വസിച്ചോ അത് തന്നെ 20-ാം നൂറ്റാണ്ടിൽ വിശ്വസിക്കുന്നു. പുറമേയുള്ള കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്യ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ അല്ലെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ,
അതൊക്കെ അതാത് കമ്മ്യൂണിറ്റിക്ക് അതാത് കാലങ്ങളിൽ അവരുടെ വിശ്വാസത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ ഓർത്തഡോക്സി തയ്യാറാകും. പക്ഷെ ഒരിക്കലും അതിന്റെ കോർ ബിലീഫ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽ തിയോളജിയിൽ ഒരിക്കലും മാറ്റം വരുത്തത്തില്ല. അൺകോംപ്രമൈസ്ഡ് ആണ്. അതാണ് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച വിശ്വാസത്തെ ആധാരമാക്കി മുന്നോട്ട് പോകും. പക്ഷെ കാത്തോലിസിസത്തിൽ അതല്ല. അവര് ലിറ്റർജി റിവൈസ് ചെയ്യാറുണ്ട്, തിയോളജി റിവൈസ് ചെയ്യാറുണ്ട്, കുറെ കൂടെ അവര് കാലികമായി അവർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഓർത്തഡോക്സിയിൽ അങ്ങനെ ഒരു കടുംപിടുത്തമുണ്ട്, കാത്തോലിസിസത്തിൽ അങ്ങനെയില്ല. ഇത് രണ്ടും അപ്രോച്ചിലുള്ള വ്യത്യാസമാണ്. പിന്നെ കാത്തോലിസിസത്തിൽ കൂടുതലും അപ്പോഫാറ്റിക് അപ്രോച്ചാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നത് വിട്ടുപോയി. അതായത് 3 സുന്നോദോസുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 3 സുന്നോദോസുകളെ നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫേസോസ്. ഈ 3 സുന്നോദോസ് കഴിഞ്ഞ് 4ാമത്തെ സുന്നോദോസ് കൽക്കിയോൻ സുന്നോദോസ് വന്നു കഴിഞ്ഞപ്പോ ഓർത്തഡോക്സ് ചർച്ച് അവിടെ വെച്ച് പിരിഞ്ഞു. കാരണം യേശുക്രിസ്തുവിന്റെ ഇരുസ്വഭാവവാദവും ഏക സ്വഭാവവാദവും എന്നുള്ള തർക്കം വന്നപ്പോൾ കൽക്കിയോൻ സുന്നോദോസിൽ വെച്ച് ഓർത്തഡോക്സ് സഭ അവിടുന്ന് പിരിയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ മിയാഫൈസിറ്റിസം, മോണോഫൈസിറ്റിസം, അതേക്കുറിച്ച് ഡിയോഫൈസിറ്റിസം, അതേക്കുറിച്ച് നമ്മൾ ഒരു ലൈവിൽ വിശദമായി സംസാരിച്ചു. അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ മിയാഫൈസിറ്റിസം എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മാറിയ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ആണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ എന്നറിയപ്പെടുന്നത്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അവരെ മോണോഫൈസിറ്റിസ് എന്ന് പറഞ്ഞ് ഉപദ്രവിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം മിയാഫൈസിറ്റിസമാണ്, മോണോഫൈസിറ്റിസം അല്ല, മിയാഫൈസിറ്റിസം. ഇപ്പൊ ഈ മിയാഫൈസിറ്റിസം എന്ന പരിശുദ്ധമായ വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുകയും ആദ്യത്തെ 3 പൊതു സുന്നോദോസുകൾ മാത്രം അംഗീകരിക്കുകയും ചെയ്യുന്ന ഓർത്തഡോക്സ് വിഭാഗമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് വിഭാഗം. അപ്പൊ അവരെ സംബന്ധിച്ച് 3 കൗൺസിലേ ഉള്ളൂ. അപ്പൊ ചർച്ച് ഓഫ് 3 കൗൺസിൽസ് എന്നാണ് പറയുന്നത്. ചർച്ചസ് ഓഫ് 3 കൗൺസിൽസ്, അതായത് 3 കൗൺസിലുകൾ മാത്രം അംഗീകരിക്കുന്ന സഭകൾ. അത് കഴിഞ്ഞും ഈ ഓറിയന്റൽ വിഭാഗം മാറിക്കഴിഞ്ഞു. അവർ കൗൺസിൽ കൽക്കിയോൻ സുന്നോദോസിന് ശേഷം വീണ്ടും സുന്നോദോസുകൾ തുറന്നുകൊണ്ടിരുന്നു. അങ്ങനെ 7 സുന്നോദോസുകൾ കഴിഞ്ഞപ്പോൾ 1000 കൊല്ലമായി. 1000 കൊല്ലം കൊണ്ട് 7 പൊതു സുന്നോദോസുകൾ, അതായത് 7 എക്യൂമെനിക്കൽ ചർച്ചസ്, 7 എക്യൂമെനിക്കൽ കൗൺസിൽസ്. 7 എക്യൂമെനിക്കൽ കൗൺസിൽസ് കഴിഞ്ഞു. 1000 വർഷം കഴിഞ്ഞു. 1000 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അല്പം ചരിത്ര പശ്ചാത്തലം, ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. ഈ റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ, റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ആളുകൾ കൂടുതൽ ഗ്രീക്ക് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ലാറ്റിൻ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അപ്പം റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഗ്രീക്ക് പൊതുവായ സംസാര ഭാഷയായിട്ടുണ്ടായിരുന്ന ഒരു പ്രദേശവും ലത്തീൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശവും അത് 2ആയിട്ട് തിരിഞ്ഞിരുന്നു. അങ്ങനെ ഗ്രീക്ക് സംസാരിക്കുന്ന, ഗ്രീക്ക് ഭാഷയ്ക്കും ഗ്രീക്ക് സംസ്കാരത്തിനും പ്രാമുഖ്യമുള്ള കിഴക്കൻ പ്രദേശത്തെയാണ് ബൈസന്റൈൻ എംപയർ എന്ന് അറിയപ്പെടുന്നത്. ബൈസന്റൈൻ സാമ്രാജ്യം. അപ്പൊ നിങ്ങൾ ഇനി ക്രിസ്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴൊക്കെ ഈ ടേംസ് കാണും. അപ്പൊ നിങ്ങൾ ഇത് എന്താണെന്ന് ഓർത്ത് ബുദ്ധിമുട്ടായിരിക്കാനാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ബൈസന്റൈൻ ഒന്നും കാണുമ്പോൾ പേടിക്കേണ്ട. ബൈസന്റൈൻ എന്ന് പറഞ്ഞാൽ അത് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ തന്നെ കിഴക്കൻ പ്രദേശമാണ്. അവിടെ ഗ്രീക്ക് സംസ്കാരത്തിനും ഗ്രീക്ക് ഭാഷയ്ക്കും പ്രാമുഖ്യമുണ്ടായിരുന്നു. അവിടെ ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ, അതാണ് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയൊക്കെ വരുന്നത്, ആ ഭാഗത്തുണ്ടായിരുന്ന ഓർത്തഡോക്സ് വിശ്വാസമാണ്. അവരെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ 7 കൗൺസിൽ കഴിഞ്ഞ് 7ാമത്തെ കൗൺസിൽ കഴിഞ്ഞപ്പോൾ 1054 ആയി കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതായത് വെസ്റ്റേൺ ലാറ്റിൻ സ്പീക്കിംഗ് ചർച്ചസും ഈസ്റ്റേൺ ഗ്രീക്ക് സ്പീക്കിംഗ് ചർച്ചസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആ കോൺഫ്ലിക്റ്റാണ് ഗ്രേറ്റ് സ്കിസം എന്ന് പറയുന്നത്. ഗ്രേറ്റ് സ്കിസം അത് ഉണ്ടാകുന്നത് 2-3 പ്രധാന കാരണങ്ങൾ അതിലുണ്ട്. അതിലൊരു പ്രധാന കാരണം ഫിലിയോക്ക് എന്ന് പറയും. ഫിലിയോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമ്മുടെ നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ ഇൻസേർട്ട് ചെയ്തതാണ്. നിക്കിയ വിശ്വാസ പ്രമാണം ഒറിജിനലായിട്ട്, ഈ നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ അത് ഒറിജിനലി നിക്കിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്ന് വേണം പറയാൻ. കാരണം ആ വിശ്വാസ പ്രമാണം പൂർത്തീകരിക്കപ്പെട്ടത് കോൺസ്റ്റാന്റിനോപ്പിൾ വെച്ചാണ്. പക്ഷെ എങ്കിലും നമ്മൾ പറയുമ്പോൾ നിക്കിയ വിശ്വാസ പ്രമാണം എന്നേ പറയത്തുള്ളൂ.
യഥാർത്ഥത്തിൽ നിക്കിയ വിശ്വാസ പ്രമാണം നിക്കിയയിൽ വെച്ച് പൂർത്തീകരണത്തിൽ എത്തിയിരുന്നില്ല. അതിന്റെ കംപ്ലീഷൻ നടന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാറില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് എഴുതുന്നത്. അതായത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ഏക പരിശുദ്ധ റൂഹായിൽ, ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു. അപ്പം പരിശുദ്ധ റൂഹായിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ മൂന്നാമത്തെ പാരഗ്രാഫിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ടു, അതാണ് ഒറിജിനൽ നിക്കിയ വിശ്വാസ പ്രമാണം. ആ നിക്കിയ വിശ്വാസ പ്രമാണം തിരുത്തിയതാണ് ഫിലിയോക്ക് വിവാദം എന്ന് പറയുന്നത്. അവിടെ പിതാവിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളിടത്ത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്ന് കൂട്ടിച്ചേർത്തു. അപ്പൊ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ടു എന്ന് വെസ്റ്റേൺ ചർച്ച് കൂട്ടിച്ചേർത്തപ്പോൾ ഈസ്റ്റേൺ ചർച്ച് അതിനെ എതിർത്തു. അപ്പം വെസ്റ്റേൺ ചർച്ചും ഈസ്റ്റേൺ ചർച്ചും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. അതാണ് ഈസ്റ്റ് വെസ്റ്റ് സ്കിസം. അതിന് പല ഘടകങ്ങളുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പ്രാഥമികമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് വേണേൽ സ്വന്തമായിട്ട് പഠിക്കാം. ആ ഭാഗങ്ങൾ, ആ ചരിത്രത്തിന്റെ ആ ഭാഗം, അതായത് 1054 ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ 1054 ഈ ഈസ്റ്റ് വെസ്റ്റ് സ്കിസം വരുന്നത് പ്രധാനമായിട്ടും ഫിലിയോക്ക് വിവാദമാണ് നമ്മളിപ്പോ എടുക്കുന്നത്. ഇപ്പൊ ഫിലിയോക്ക് വിവാദത്തിൽ, കാരണം നമ്മൾ തിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ്. അത് മാത്രമല്ല, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് അതിനകത്ത്, ലിംഗ്വിസ്റ്റിക്കൽ റീസൺ, കൾച്ചറൽ റീസൺസ്, ഒത്തിരി റീസൺസ്. ഇതിനകത്ത് ഫിലിയോക്ക് വിവാദം വന്നു. അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ഇവരെ എന്തുകൊണ്ട് പുത്രനിൽ നിന്ന് ആഡ് ചെയ്തെന്നുള്ളത് അത് ട്രിനിറ്റേറിയൻ ഡോക്ടർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള. അപ്പൊ പിതാവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ഒറിജിനൽ നീസീൻ ക്രീഡ്. അപ്പൊ അങ്ങനെയാണ് ഈസ്റ്റ് വെസ്റ്റ് സ്കിസം ഉണ്ടാകുന്നത്. അതായത് ഈ ബൈസന്റൈൻ ചർച്ചസ് അങ്ങനെ അവർ തമ്മിൽ പിരിയുകയാണ്. അവർ തമ്മിൽ പിരിയുന്നു എന്ന് പറഞ്ഞാൽ അവരെ മാർപ്പാപ്പ മുടക്കുന്നു, മാർപ്പാപ്പ അവർ മുടക്കുന്നു, അങ്ങനെ ഇത് രണ്ടായിട്ട് തിരിയുക. ഈ ചർച്ചസ് രണ്ടായിട്ട് തിരിയുമ്പോൾ ഈ വിവാദത്തിലും ഈ തർക്കത്തിലും ഉൾപ്പെടാതെ മൂന്നാമത്തെ കൗൺസിൽ മുതലേ മാറി നിൽക്കുന്ന ഓർത്തഡോക്സി ഉണ്ട്. ആ ഓർത്തഡോക്സിയാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. ഇപ്പൊ ഇന്ന് ഓർത്തഡോക്സ് ലോകം രണ്ടാണ്. ഇപ്പൊ ഓർത്തഡോക്സ് സഭകൾ എന്ന് പറഞ്ഞാൽ രണ്ടുണ്ട്. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സും ഉണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സും ഉണ്ട്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ 7 കൗൺസിലുകൾ കത്തോലിക്ക സഭയുമായി ഒരുമിച്ച് കൂടുകയും 1000 ആണ്ട് ഒരുമിച്ച് പോവുകയും ചെയ്ത സഭയാണ്. 1000 ആണ്ട് കഴിഞ്ഞപ്പോൾ 11ാം നൂറ്റാണ്ടിൽ വേർപിരിഞ്ഞവരാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ്. എന്നാൽ 5ാം നൂറ്റാണ്ടിൽ വേർപിരിഞ്ഞവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ്. അപ്പൊ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് 3 കൗൺസിലാണുള്ളത്. അതാണ് നിക്കിയായും കുസ്തന്തീനോപ്പോലിസും എഫേസോസും. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ തുബ്ദൻ വായിക്കുമ്പോൾ നിക്കിയായിലും കുസ്തന്തീനോപ്പോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതു സുന്നോദോസുകളെ ഞങ്ങൾ ഓർക്കുന്നു. അവയിലുണ്ടായിരുന്ന പുണ്യപ്പെട്ട വിശുദ്ധന്മാരായ ഞങ്ങളുടെ മൽപ്പാന്മാരെയും വിശുദ്ധന്മാരെയൊക്കെ ഓർക്കുന്നു എന്ന് പറഞ്ഞ് ഈ തുബ്ദൻ വായിക്കുന്നു. 3 സുന്നോദോസുകൾ ഓർക്കുന്നുള്ളൂ. പക്ഷേ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിൽ നമ്മൾ ചെന്നാൽ അവർ 7 സുന്നോദോസുകളെയാണ് ഓർക്കുന്നത്. കാരണം അവർക്ക് 7 സുന്നോദോസുകളുണ്ട്. എന്നാൽ കത്തോലിക്ക സഭ അവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. അതിനുശേഷവും കത്തോലിക്ക സഭ കൗൺസിലുകൾ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. അവരത് കഴിഞ്ഞ് 14 കൗൺസിലുകളോട് കൂടി ഇപ്പം 21 കൗൺസിലാണ് കത്തോലിക്ക സഭ കൂടിയിരിക്കുന്നത്. സോ ഒരു കത്തോലിക്കനോട് ചോദിച്ചാൽ എക്യുമെനിക്കൽ കൗൺസിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ കത്തോലിക്കൻ പറയും 21. ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരനോട് എക്യുമെനിക്കൽ കൗൺസിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അവൻ പറയും 7. ഇപ്പൊ നിങ്ങൾ ഈ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം 21 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്ന് കാണാം, 7 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്ന് കാണാം. 3 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്ന് വളരെ ചെറിയ സ്ഥലത്തെ കാണത്തുള്ളൂ. കാരണം ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകാര് സൈബർ ലോകത്ത് അവരുടെ പ്രസൻസ് വളരെ കുറവാണ്. കാരണം ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് അന്ന് തൊട്ടേ പീഡിപ്പിക്കപ്പെടുകയാണ്. സാമ്പത്തികമായും സ്വാധീനം കൊണ്ടും ഒക്കെ വളരെ വീക്കാണ്. പ്രത്യേകിച്ച് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അവരൊക്കെയാണ് വിശ്വാസപരമായി മുന്നിൽ നിൽക്കുന്നത്. സിറിയൻ ഓർത്തഡോക്സ് സഭ ഒക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന സഭയാണ്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ നമ്മുടെ മലങ്കരയിലെ ഓർത്തഡോക്സ് വിഭാഗങ്ങളും ആ ക്ലാസ്സിലാണ്, ആ ഗ്രൂപ്പിലാണ് പെടുന്നത്.
ഇപ്പൊ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ സൈബർ വേൾഡിലെ പ്രസൻസ് കുറവായതുകൊണ്ട് ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ 3 ഉണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് 3 എക്യൂമെനിക്കൽ കൗൺസിൽസിനെ അംഗീകരിക്കുന്നു, അടുത്ത ഗ്രൂപ്പ് 7 എക്യൂമെനിക്കൽ കൗൺസിൽസിനെ അംഗീകരിക്കുന്നു, അടുത്തത് 21 എക്യൂമെനിക്കൽ കൗൺസിൽസ്. അപ്പൊ നമുക്കിനി എക്യൂമെനിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ എന്നാ ഇത് പറയുന്നേ, ആ വാക്കിന്റെ കൃത്യമായ അർത്ഥം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്യൂമെനിക്കൽ കൗൺസിലിന് 3 എണ്ണത്തിനെ ആകാൻ പറ്റത്തുള്ളൂ. കാരണം അത്ര ആളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും എക്യൂമെനിക്കൽ കൗൺസിൽ അല്ല, അതൊരു വിഭാഗത്തിന്റെ കൗൺസിലാണ്. പക്ഷെ അവർ എക്യൂമെനിക്കൽ കൗൺസിൽസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ബുക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. 7 എക്യൂമെനിക്കൽ കൗൺസിൽസ്, 7 എക്യൂമെനിക്കൽ കൗൺസിൽസ് എന്നാണ്. എൻ്റെ ധാരാളം ബുക്കുണ്ട് 7 എക്യൂമെനിക്കൽ കൗൺസിൽസ്. അതിനകത്ത് പങ്കെടുത്തവരെ പറ്റിയുണ്ട്, അതിനകത്ത് ഡിസിഷൻസിനെ പറ്റിയൊക്കെ ഉണ്ട്, പല രീതിയിൽ. അപ്പൊ 3 എക്യൂമെനിക്കൽ കൗൺസിൽ. അപ്പൊ ചർച്ച് ഓഫ് 3 കൗൺസിൽസ് ആണ് ഏറ്റവും കൃത്യമായി, ഏറ്റവും ശുദ്ധമായ തനിമയുള്ള വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്ന ഓർത്തഡോക്സി. ദൈവത്തിന്റെ മഹാ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഭാഗ്യം കൊണ്ടും മലങ്കരയ്ക്ക് ആ ഗ്രൂപ്പിലാണ് ഉൾപ്പെടാൻ പറ്റിയിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ശുദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ ഓർത്തഡോക്സിയുടെ അവകാശികളാണ് മലങ്കരയിലെ ആളുകൾ. ദാറ്റ്സ് എ ബ്ലെസ്സിങ്. നിങ്ങൾ ആ ഓർത്തഡോക്സിയിൽ പെട്ടിരിക്കുന്നവർക്ക് അത് സന്തോഷിക്കാം. കാരണം ഓറിയന്റൽ ഓർത്തഡോക്സി, ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ഓർത്തഡോക്സി, ഓർത്തഡോക്സി ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം, അതിലാണ് നമ്മുടെ മലയാളികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെയാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് എന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 3 ഗ്രൂപ്പ് നമ്മളിത് പഠിക്കുമ്പോൾ പഠിക്കണം. അതായത് 3 കൗൺസിലിനെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പ്, 7 കൗൺസിലിനെ അംഗീകരിക്കുന്ന അടുത്ത ഗ്രൂപ്പ്, 21 കൗൺസിലുള്ള 3ാമത്തെ ഗ്രൂപ്പ്. അതാണ് റോമൻ കാത്തലിക് ചർച്ച്. ഇങ്ങനെ 3ആയിട്ടാണ് ചർച്ച നിൽക്കുന്നത്. ഇന്ന് ഡയലോഗ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ റോമൻ കാത്തലിക് ചർച്ചുമായിട്ട് നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്ന് ഈ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് കൂനം കുരിശ് സത്യം എന്നാണ് കേരളത്തിൽ. അപ്പൊ അതൊരു തിയോളജിക്കൽ ഡിക്ലറേഷൻ അല്ല, അതൊരു ഇമോഷണൽ ഒരു പ്രൊക്ലമേഷനാണ്, അല്ലെങ്കിൽ വൈകാരിക പ്രഖ്യാപനമാണ്, ദൈവശാസ്ത്രപരമായ പ്രഖ്യാപനം. അപ്പൊ അതിൽ നിന്ന് സഭകൾ മുന്നോട്ട് പോയിട്ട് ഇന്നും ആ പ്രഖ്യാപിച്ചവരുടെയൊക്കെ അനുയായികളും റോമൻ കാത്തലിക് ചർച്ചുമായിട്ടും കണ്ടിന്യൂസ് ഡയലോഗൊക്കെ നടക്കുന്നുണ്ട്. കൂനം കുരിശ് സത്യത്തിന്റെ മക്കളാണ് ഞങ്ങൾ എന്നൊക്കെ ഈ വീരവാദം മുഴക്കുന്ന ആളുകളുണ്ട്. കൂനം കുരിശ് സത്യം റോമാ സഭയുമായിട്ടും പറങ്കികളുമായിട്ടും ബന്ധം ഉണ്ടാകുകയാണ്. ഇപ്പൊ റോമാ സഭയുമായിട്ട് ചർച്ച നടത്തുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം യാക്കോബായ വിഭാഗത്തിന്റെ ബിഷോപ്സ് ആണെങ്കിലും, കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ ബിഷോപ്സ് ആണെങ്കിലും റോമിൽ മാർപ്പാപ്പയുടെ അടുത്ത് പോയിരിക്കും നമുക്ക് കാണാൻ പറ്റും, പിക്ചർ കാണാൻ പറ്റും. വെറുതെ അതിന്റെ അനുയായികള് അധികം വികാരം കൊണ്ട് കൂനം കുരിശ് സത്യം ഒന്നും ഉയർത്തുന്നതിൽ അർത്ഥമില്ല. അത് അബദ്ധ ജഡിലമാണ്. പലരും ഫേസ്ബുക്കിൽ കൊണ്ടിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. കൂനം കുരിശ് സത്യം, ആലാത്ത കെട്ടി, അതൊക്കെ ഇനി പൊളിച്ചു കളഞ്ഞോണ്ടാൽ മതി. കാരണം അതെല്ലാം ഇറേസ് ചെയ്ത് കളയുക. കാരണം അതൊരു അർത്ഥശൂന്യമാണ് അതെടുത്ത് ഉയർത്തുന്നത്. കാരണം നോ മോർ കൂനം കുരിശ് സത്യം, നോ വാലിഡിറ്റി. കാരണം 2 വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പുമാരും അവിടെ പോയിരിക്കുന്നുണ്ട്. ഫോട്ടോ നമുക്കുണ്ട്. മാർപ്പാപ്പായെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്ന, അതൊക്കെ ആ ഫോട്ടോ ഒക്കെ വളരെ അഭിമാനത്തോടെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഒരു വശത്തൂടെ കൂനം കുരിശ് സത്യം ഉണ്ടെന്നും അതിന് വാലിഡിറ്റി ഉണ്ടെന്നും പറയുന്നത് അത് നമ്മുടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്, സെൽഫ് കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ നമ്മളെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഏതാണ്ട് ഞാൻ കുറ്റം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത് സഭകൾ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കും സഹവർത്തിത്വത്തിലേക്കും സാഹോദര്യത്വത്തിലേക്കും സമത്വത്തിലേക്കും ഒരുമയിലേക്കും പോകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറ്റമല്ല പറഞ്ഞത്. അത് ആ കാലഘട്ടത്തിൽ ഒരു വൈകാരിക പ്രഖ്യാപനമായിരുന്നു. കാരണം നമ്മൾ ശീമയിൽ നിന്ന് വന്ന മലങ്കര സഭയെ വിസിറ്റ് ചെയ്യാൻ വന്ന മെത്രാപ്പോലിത്തായെ അതിക്രൂരമായി കൊച്ചിക്കായലിൽ കെട്ടിത്താഴ്ത്തി എന്നുള്ള ആ അറിവിൽ നിന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു സത്യപ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. അപ്പൊ അതിനപ്പുറത്ത് ഇപ്പം അതിനൊരു എന്നാ പറയുന്നത്, ചരിത്രപരമായ ഒരു സാധുതയൊന്നും മലങ്കരയിലെ സഭകളിലെ ഇരുവിഭാഗവും കൊടുക്കുന്നില്ല. അത് ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് കുറെ കൂടെ പ്രായോഗികമായിട്ടും ദൈവസ്നേഹത്തിലും ദൈവശാസ്ത്രത്തിലും അധിഷ്ഠിതമായിട്ടും
ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഒക്കെ പാതകളാണ് സഭാ നേതൃത്വം അന്വേഷിക്കുന്നത്. നമ്മൾ സഭയിലെ മക്കൾ എന്ന നിലയ്ക്ക്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അത്തരത്തിലുള്ള ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒക്കെ പാതകളിൽ സഞ്ചരിക്കുന്ന സഭാ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. അതാണ് ശരിയായ രീതി. അല്ലാതെ മലങ്കരയിൽ നിന്നുള്ള ഒരാൾ മാർപ്പാപ്പയുടെ അടുത്ത് പോയി നിന്നതിൽ ഞാൻ തെറ്റല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സഹവർത്തിത്വത്തിന്റെ പാതയിൽ സഭ മുന്നേറുന്നു എന്നാണ്. പക്ഷെ നമ്മൾ ഈ പഴയ കാര്യം പറഞ്ഞ് ഇപ്പോഴും ഈ വികാരം ജ്വലിപ്പിച്ചുകൊണ്ട് നിൽക്കാതെ പ്രായോഗിക സമീപനങ്ങളിലേക്ക് പോകണം. കാരണം ക്രിസ്തു ആഗ്രഹിക്കുന്നത് തന്റെ സഭ വിഭജിച്ചിരിക്കാൻ, അത് ഓറിയന്റൽ ആണെന്നും ഈസ്റ്റേൺ ആണെന്നും റോമൻ ആണെന്നും പറഞ്ഞ് വിഭജിച്ച് പരസ്പരം വിഘടിച്ച് ഇരിക്കുവാനല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഐക്യത്തിന്റെ കാലത്തിലേക്ക്, അന്ധകാരത്തിന്റെ യുഗമായിരുന്നു. ഇപ്പോൾ ഐക്യത്തിന്റെ കാഹളം ഊതിയിരിക്കുന്നത്, ഏറ്റവും മുൻകൈ എടുക്കുന്നത് കാത്തലിക് ചർച്ചാണ്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാത്തലിക് ചർച്ചിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. കാത്തലിക് ചർച്ചാണ് ഏറ്റവും കൂടുതൽ എല്ലാവരെയും കൈനീട്ടി ഇൻവൈറ്റ് ചെയ്യുകയും, കാരണം വളരെയധികം വിഘടിച്ചു നിന്ന, പ്രത്യേകിച്ച് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈസ്റ്റേൺ ഓർത്തഡോക്സി വളരെയധികം കാത്തലിക് ചർച്ചുമായിട്ട് എതിർത്ത് നിന്ന് അവരെ പോലും സമന്വയത്തിലേക്ക് കൊണ്ടുവരുവാൻ കാത്തലിക് ചർച്ചിന്റെ ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സഭകൾ ഐക്യത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ഐക്യത്തിന്റെ കാലമാണ്. ഐക്യപ്പെട്ടേ മതിയാവും. ചർച്ചുകൾ യൂണിറ്റിയിലേക്ക് വരണം. ഞാൻ ആ ഹിസ്റ്ററി ഇതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകളാണെങ്കിലും ഡയലോഗ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഓർത്തഡോക്സിയിൽ ഈ ഇൻഫൻസിനുള്ള കംപ്ലീറ്റ് ഇൻക്ലൂഷൻ, അതായത് ശിശുക്കളെ കൗദാശിക ജീവിതത്തിൽ പൂർണ്ണമായി ഉൾപ്പെടുത്തും ഓർത്തഡോക്സിയിൽ. പക്ഷെ കാത്തലിക്സിൽ അങ്ങനെ ചെയ്യത്തില്ല. കാത്തോലിസിസത്തിൽ ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കുമെങ്കിലും അവർക്ക് കൗദാശിക ജീവിതത്തിലെ പൂർണ്ണ പങ്കാളിത്തം ഇല്ല. അത് പിന്നീട് ഈ കൺഫർമേഷൻ എന്നോ അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കണ്ട. പക്ഷെ ഓർത്തഡോക്സിയിൽ ശിശുക്കൾ മാമോദിസ കൊടുത്ത് സഭയുടെ ഭാഗമാകുന്നിടം മുതൽ കൗദാശിക സ്വീകരണത്തിനും അവർ യോഗ്യരാണ്. കൂദാശകൾ അവർ സ്വീകരിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതിപ്പോൾ കാത്തലിക് ചർച്ചും ഓർത്തഡോക്സിയുമായിട്ടുള്ള ഡയലോഗ്, കാത്തലിക് ചർച്ചിൽ പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്. പലരും കുഞ്ഞുങ്ങളെ കൗദാശിക ജീവിതത്തിൽ പങ്കാളികളാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഓർത്തഡോക്സിയും കാതോലിസിസവുമായിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. പിന്നെ ദൈവത്തെ സംബന്ധിച്ച് കാത്തലിക് സഭയുടെ കാഴ്ചപ്പാട്, ദൈവത്തെ ഹ്യൂമൻ റീസണിങ്ങിലൂടെ കണ്ടെത്താം എന്നാണ് കാത്തോലിസിസം വിശ്വസിക്കുന്നത്. ഹ്യൂമൻ റീസണിങ്ങിലൂടെ വൺ ക്യാൻ ഫൈൻഡ് ഗോഡ്, അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയും. ഹ്യൂമൻ റീസണിങ്ങിന് കാര്യകാരണ ഭേദാഭേദ വിവേചന വിശകലന വിലയിരുത്തലുകളിലൂടെ ദൈവമുണ്ടെന്ന് ഒരു മനുഷ്യന് എത്താൻ കഴിയും എന്നാണ്. പക്ഷെ ഓർത്തഡോക്സിയുടെ വിശ്വാസം, ഓർത്തഡോക്സിയിൽ നോളജ് ഓഫ് ഗോഡ് ഈസ് പ്ലാന്റഡ്, ഓൾറെഡി പ്ലാന്റഡ് ഇൻ എവരി ഹ്യൂമൻ ബീയിങ്. അതാണ് ഓർത്തഡോക്സി വിശ്വസിക്കുന്നത്. പിന്നെ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമാണ് ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞാണ് അവരുടെ പള്ളികൾ വെക്കുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥന. കാത്തലിക് ചർച്ചിൽ അങ്ങനെ റിസ്ട്രിക്ഷൻ ഇല്ല, നിർബന്ധമില്ല. കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കരുതെന്നൊരു കൽപ്പനയില്ല. പക്ഷെ കിഴക്കോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കണമെന്ന ശാഠ്യവുമില്ല. ആ കാര്യത്തിൽ വളരെ ഫ്രീ ആണ്. പക്ഷെ ഓർത്തഡോക്സിയിൽ അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഉള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെയുള്ളത് ഓർത്തഡോക്സ് ചർച്ച് അതിന്റെ ദൈവശാസ്ത്രം സയൻസിന്റെയും ഫിലോസഫിയുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുവാൻ ആദ്യകാലം മുതൽ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഫിലോസഫിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രീയ വികാസത്തെയും പിന്തുണച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത. ഓർത്തഡോക്സിയുടെ ഞാൻ ഓർത്തഡോക്സിയെ പറ്റി സ്റ്റഡി ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായി ഓർത്തഡോക്സി എൻവയോൺമെന്റ്, പരിസ്ഥിതിക സൗഹൃദത്തിനും അതുപോലെ ശാസ്ത്രീയ വികാസത്തിനും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ലോകവേദികളിൽ, പ്രത്യേകിച്ച് യുക്തിവാദികളുടെ ഒക്കെ വേദികളിൽ, നിരീശ്വരവാദികളുടെ വേദികളിലൊക്കെ വിമർശന വിധേയമാകുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ റെപ്രസെന്റ് ചെയ്യുന്ന, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ പാശ്ചാത്യ ലോകത്താണ് ഈ യുക്തിവാദ ചിന്തകളും സ്വതന്ത്ര ചിന്തകളും നിരീശ്വരവാദവും വന്നത്. ആ ചിന്തകൾ മുഴുവൻ കാത്തോലിസിസത്തിനെതിരായിട്ടാണ് വന്നത്. കാരണം കാത്തലിക് അപ്രോച്ച് ഈ ശാസ്ത്രത്തോടും ശാസ്ത്രീയ നേട്ടങ്ങളോടും കണ്ടുപിടുത്തങ്ങളോടും അല്ലെ ഒക്കെയുള്ള
കത്തോലിക് സമീപനത്തെയാണ് വിമർശന വിധേയമാക്കപ്പെട്ടത്. പക്ഷേ ഓർത്തഡോക്സ് സമീപനം തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓർത്തഡോക്സ് ദൈവശാസ്ത്രം അവതരിപ്പിച്ചാൽ നിരീശ്വരവാദികളുമായിട്ടുള്ള സംവാദവേദികളിൽ അവർക്ക് മേൽക്കൈ ഉണ്ടാകത്തില്ല. അത് തന്നെയല്ല, പലപ്പോഴും അവർക്ക് എതിർപ്പും ഉണ്ടാകത്തില്ല. അപ്പൊ ഓർത്തഡോക്സ് കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇടയിലും ഈ ഓർത്തഡോക്സ് തിയോളജി എന്താണെന്ന് പല ആളുകൾക്ക് അറിയത്തില്ല. അവർ കൂടുതലും കാത്തലിക് തിയോളജി അല്ലെങ്കിൽ കാത്തലിക് കോൺസെപ്റ്റുകളാണ് ഓർത്തഡോക്സ് കോൺസെപ്റ്റ് ആയിട്ടും ചിന്തിക്കുന്നത്. കാരണം രണ്ടു കൂട്ടരും കുപ്പായിട്ട് നടക്കുന്നവരെല്ലാം ഒരുപോലെയാണെന്നാണ് പൊതുസമൂഹം ചിന്തിക്കുന്നത്. ഇപ്പൊ കാത്തലിക്സ് ഇതാണെങ്കിൽ അവർ കുപ്പായിട്ടിരിക്കുന്നു, പള്ളിയുണ്ട്, അതൊക്കെ ഒന്ന് തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല. വളരെ വ്യത്യാസമുണ്ട് ആ കാര്യത്തിൽ. ഓർത്തഡോക്സ് തിയോളജി വളരെ പ്രാരംഭ കാലം തൊട്ട് തന്നെ ശാസ്ത്രത്തെയും ഫിലോസഫിയെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. ശാസ്ത്രത്തെയും ഫിലോസഫിയെയും. എന്നാൽ കാത്തലിക് ചർച്ച് ലേറ്റർ പിന്നീട് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ടുണ്ട്. അവർ ശാസ്ത്രത്തെയും ഫിലോസഫിയെയും ഒക്കെ അവർ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യകാലത്തെയാണ് പറഞ്ഞത്. ആദ്യകാലം തൊട്ട് ഓർത്തഡോക്സ് റൈറ്ററായ ബാരബ്രായ ഒക്കെ എല്ലാ വിജ്ഞാന മേഖലകളിലും തന്നെ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത്രമാത്രം ഓർത്തഡോക്സിയിൽ ഈ ശാസ്ത്രത്തിനും തത്വശാസ്ത്രത്തിനും അതുപോലെ പാരിസ്ഥിതിക സൗഹൃദത്തിനും ഒക്കെ ഊന്നൽ കൊടുക്കുന്ന ഒരു ദൈവശാസ്ത്രമാണ്. എന്തുകൊണ്ടും മോഡേൺ വേൾഡിന്, ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഓർത്തഡോക്സി. വൈ ഐ പ്രീച്ച് ഓർത്തഡോക്സി, വൈ ഐ പ്രൊമോട്ട് ഓർത്തഡോക്സി. ഈ ഓർത്തഡോക്സി എന്ന് പറയുമ്പം ഞാൻ പിന്നെയും പറയുന്നത്, സ്ട്രിക്ട്ലി ദാറ്റ് ഡസന്റ് ബിലോങ് ടു ദാറ്റ് പർട്ടിക്കുലർ ഓർത്തഡോക്സ് ചർച്ച്. എനിവൺ ക്യാൻ ഫോളോ ഓർത്തഡോക്സി, എനിവൺ ക്യാൻ അക്സെപ്റ്റ് ഓർത്തഡോക്സി. ഒരു കാത്തലിക്കിനും ഓർത്തഡോക്സിയെ ഫോളോ ചെയ്യാൻ പറ്റും. അനേക കത്തോലിക്കർ ലോകമെങ്ങും ഓർത്തഡോക്സിയെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അനേക കത്തോലിക്കർ ഓർത്തഡോക്സ് സഭയിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, അനേക കാത്തലിക്. കാരണം ഞാൻ പലരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. സർവാത്മന ഹൃദയപൂർവ്വം ഓർത്തഡോക്സിയെ പുൽകി ആ ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫിൽ, ഓർത്തഡോക്സ് വേൾഡ് വ്യൂ ഹോൾഡ് ചെയ്യുന്ന അനേക കാത്തലിക് മങ്സ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരോട് 100% ഓർത്തഡോക്സിയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതിനെ കുറിച്ചല്ല പറയും, ഓർത്തഡോക്സിയെ കുറിച്ചാണ് പറയുന്നത്. ആ ഓർത്തഡോക്സിയിലെ പിതാക്കന്മാരും അവരുടെ എഴുത്തുകളും അവരുടെ കാഴ്ചപ്പാടും അവരുടെ വിശ്വവീക്ഷണവും അവരുടെ ദൈവശാസ്ത്ര ദർശനങ്ങളും ഒക്കെ. പിന്നെ കൂടുതലും വെസ്റ്റേൺ, ഈ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് മാറുമ്പോൾ വെസ്റ്റേൺ തിയോളജിയിൽ കൂടുതലും അപ്പോഫാറ്റിക് അല്ല കാറ്റാഫാറ്റിക് തിയോളജിയാണ്, കാറ്റാഫാറ്റിക് ആണ്. പക്ഷെ ഈസ്റ്റിൽ കൂടുതൽ അപ്പോഫാറ്റിക് ആണ്. അതേക്കുറിച്ചും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാണ്. അപ്പോഫാറ്റിക് എന്ന് പറയുമ്പോൾ അതൊരു മേൽത്തട്ട് ദൈവശാസ്ത്ര ധാരണകളാണ്. അതത്ര സമൂർത്തമായ തെളിവുകളുടെയോ ബിംബങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കൂടുതലും എക്സ്പെരിമെന്റലാണ്. ദൈവശാസ്ത്ര വിചിന്തനങ്ങളിൽ വരുമ്പോൾ അത് അനുഭവാധിഷ്ഠിതമാണ് കൂടുതൽ. അതൊരു മിസ്റ്റിക് തലത്തിലേക്ക് പോകുന്നു. അതൊക്കെയാണ് ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത. കാത്തോലിസിസത്തിൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇത് രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. ഇപ്പൊ നമ്മളൊരു നാണയത്തെ ഇങ്ങനെ എടുത്തിട്ട് ഹെഡാണോ ടെയിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന ഒരു നാണയത്തിന്റെ? ഇപ്പൊ ഒരു നാണയത്തിന്റെ ഒരു വശത്ത് ഹെഡും മറ്റേ വശം, ഒരു വശം ഹെഡും മറ്റേ വശം ടെയിലും എന്ന് പറഞ്ഞു. അപ്പൊ ഹെഡാണോ ടെയിലാണോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഒരു നാണയത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ നാണയത്തിന്റെ രണ്ടു വശവും നമ്മൾ സ്വീകരിക്കുക. ഞാനിങ്ങനെ ഒരു നാണയത്തിന്റെ രണ്ടു വശമാണ് കാണിച്ചത്. രണ്ടും കർത്താവിന്റെ സഭയാണ്. ഒന്ന് കാത്തോലിസിസമാണ്, മറ്റത് ഓർത്തഡോക്സിയാണ്. അപ്പൊ അതൊരു നാണയമായിട്ട് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ വന്നിരിക്കുന്നവർക്ക് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല. ഞാൻ ഈ ടെയിൽ സൈഡിൽ എന്തൊക്കെയാണ്, ഹെഡ് സൈഡിൽ എന്തൊക്കെയാണ് എന്നാ പറഞ്ഞത്. ഐ ലൈക്ക് ബോത്ത് ചർച്ചസ്. രണ്ട് സഭകളെയും ഞാൻ സ്നേഹിക്കുന്നു, രണ്ട് സഭകളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. രണ്ട് സഭകളുടെ ലിറ്റർജിയും ഓരോന്നിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ സുറിയാനി സഭയുടെ ലിറ്റർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സുറിയാനി സഭയുടെ ഒരു കുർബാന പോയി മനസ്സിലാക്കിയാൽ അത് ശരിക്കും അറിയാവുന്നവർക്ക്, പ്രത്യേകിച്ച് ആ പാട്ടുകൾ തന്നെ മലയാളം സിമ്പിൾ അല്ല.
സഭയിലുള്ളവർക്ക് തന്നെ പാട്ടിന്റെ അർത്ഥം അറിയത്തില്ല, ആ സ്ഥിതി. പക്ഷെ കത്തോലിക്ക സഭയുടേത് അത് വളരെ ലാളിത്യമുള്ളതാണ്, വളരെ അത്രയും തിയോളജിക്കലി സൗണ്ട് ഒന്നുമല്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഐ ലൈക്ക് ബോത്ത്. ഞാൻ രണ്ടും ഇഷ്ടപ്പെടും. അതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ അതാണ്. ഇപ്പൊ അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, അത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നോടൊപ്പം അതേ രീതിയിൽ തന്നെ നല്ലൊരാശയം എൻ മനതാരിൽ വന്ന് നിറഞ്ഞു തുളുമ്പിയിടുന്നു. ഇപ്പറേ സീറോ മലബാറിന്റെ പാട്ട് പാടിയ അതും ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഐ എൻജോയ് ബോത്ത്, ഐ ലൈക്ക് ബോത്ത്. അതാണ് എൻ്റെ സ്റ്റാൻഡ്. അത് രണ്ടും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, അതിൻ്റെതായ അനുഗ്രഹമുണ്ട്. ഈ രണ്ട് ചർച്ചുകളും അനുഗ്രഹിക്കപ്പെട്ട് മുന്നേറട്ടെ. അവർ തമ്മിലുള്ള ഡയലോഗ്സ് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഐക്യത്തിന്റെ സാധ്യതകളെ കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കട്ടെ. ഇപ്പം മാർപ്പാപ്പ പറഞ്ഞത് ഡിയോഫൈസിറ്റിസവും മിയാഫൈസിറ്റിസത്തെ കുറിച്ചും മാർപ്പാപ്പ പറഞ്ഞത് ഈ 1000 ഇയറൊക്കെ, 1000 അല്ല, ഏകദേശം 1500 years ഭിന്നിച്ചിരിക്കേണ്ടതായ അത്ര ഗൗരവമായ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. കാരണം അത് ദൈവശാസ്ത്രത്തിന്റെ സൂക്ഷ്മതലങ്ങളിലെ ഒരു വ്യത്യാസമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അത് ഒരു സാധാരണക്കാർക്ക് ഗ്രഹിക്കാനൊന്നും കഴിയാത്ത അത്ര സൂക്ഷ്മതലങ്ങളിലാണ് അത് വ്യത്യാസപ്പെട്ടത്. കാരണം കത്തോലിക്ക ചർച്ചിന്റെ വിശ്വാസമായ ഡിയോഫൈസിറ്റിസവും ഈ ഓറിയന്റൽ ഓർത്തഡോക്സിന്റെ മിയാഫൈസിറ്റിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരുമാതിരി ദൈവശാസ്ത്രം പഠിച്ചവർക്ക് തന്നെ വ്യക്തമായി വിശദീകരിക്കാൻ കഴിയത്തില്ല. അതുപോലെ സൂക്ഷ്മതലങ്ങളിലാണ്. കാരണം രണ്ടുപേരും ക്രിസ്തു ഒരു വൺ പേഴ്സൺ ആണെന്നും 2 നേച്ചർ അവനിലുണ്ടെന്നും രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് ഈ തർക്കം വന്നത്. അതുകൊണ്ട് ഐക്യത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയും. ഓർത്തഡോക്സിലെ യാക്കോബൈറ്റ് വിഭാഗം ഫുൾ കമ്മ്യൂണിയനിലാണ് കാത്തലിക് ചർച്ചുമായിട്ട്. ഓർത്തഡോക്സ് വിഭാഗം അത്രയും കമ്മ്യൂണിയൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരും ഡയലോഗ്സ് നടത്തുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ഈ ചർച്ചിനെ സംബന്ധിച്ച്, കാരണം എന്നോട് ആളുകൾ ഇങ്ങനെ എഴുതി ചോദിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് മിനിഞ്ഞാന്ന് ഒരാൾ അതിരൂക്ഷമായി എന്റെ ചാറ്റ് ബോക്സിൽ വന്ന് ആക്രമണം നടത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഈ ചാറ്റ് ഹിസ്റ്ററിക്കകത്തുണ്ട്. അദ്ദേഹം വന്ന് വളരെ ആക്രമിച്ച് എന്നെ ശാസിച്ച് ഏക സത്യസഭ കത്തോലിക്ക സഭയാണെന്നും കത്തോലിക്ക സഭയിൽ നിങ്ങൾ ചേരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ലെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അദ്ദേഹം സമാധാനിക്കുന്നില്ല. ഒരേ ഒരു സഭ കത്തോലിക്ക സഭയേ ഉള്ളൂ, ബാക്കിയെല്ലാം പിന്നീട് ഉണ്ടായതാണ്. ഓർത്തഡോക്സ് സഭ 11ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ആ മാന്യദേഹവും ഈ ലൈവ് കാണുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഹോദരങ്ങൾക്ക് അങ്ങനത്തെ മൂഢവിശ്വാസങ്ങളൊന്നും വേണ്ട. പഴക്കവും കൃത്യമായത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാത്തലിക് ചർച്ചിനേക്കാൾ എല്ലാം കൊണ്ടും ഏൻഷ്യന്റ് ആയിരിക്കുന്ന ചർച്ച് ഓർത്തഡോക്സ് ചർച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചിന്റെ 7 അയൽവക്കത്ത് നിൽക്കാൻ ഈസ്റ്റേൺ ഓർത്തഡോക്സിനോ കാത്തലിക് ചർച്ചിനോ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനത്തെ പുകഴ്ചകളൊന്നും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. കാരണം ഈസ്റ്റേൺ ഓർത്തഡോക്സ്, ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകളൊക്കെ ക്ഷയിച്ചു, സാമ്പത്തികമായിട്ടും ആൾബലം കൊണ്ടും ക്ഷയിച്ചു. അപ്പൊ ഒരു ലെഗസി മാത്രമാണുള്ളത്. ലെഗസി, പ്രത്യേകിച്ച് അന്ത്യോക്യൻ സിംഹാസനം എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഒരു ക്രിസ്ത്യാനി പോലും ഇപ്പൊ അന്ത്യോക്യയിൽ ഇല്ലെന്നുള്ള സ്ഥിതിയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ വളരെ വിശാലമായിട്ട് അദ്ദേഹം എല്ലാവരെയും കൈകൾ നീട്ടി സ്വീകരിക്കുകയും ഐക്യത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒക്കെ പാതകളിൽ സഭാ നേതൃത്വം നീങ്ങുകയും ഐക്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇങ്ങ് താഴെ തട്ടിലിരുന്ന് വിശ്വാസികൾ ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് വഴക്ക് പിടിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ ഭീഷണി മെസ്സേജ് അയച്ച ആ കത്തോലിക്ക സഹോദരൻ ഒന്ന് തണുക്കാൻ വേണ്ടി കൂടെ ഞാൻ പറയുന്നത്, എന്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ കത്തോലിക്കനായിട്ടിരുന്നു, വളരെ നല്ല കാര്യമാണ്. പക്ഷെ മാർപ്പാപ്പായേക്കാൾ വലിയൊരു കത്തോലിക്കനാകാൻ ശ്രമിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ കത്തോലിക്കരാണ്, പക്ഷെ നമ്മളാരും മാർപ്പാപ്പായേക്കാൾ വലിയ കത്തോലിക്കരല്ല. മാർപ്പാപ്പ ഈ പറയുന്ന സഭകളെ അംഗീകരിക്കുകയാണ്, എഴുന്നേറ്റ് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. അവർ ഒരുമയുടെയും ഐക്യത്തിന്റെയും പാതകളിലൂടെ, ഡയലോഗുകളിലൂടെ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താഴെ തട്ടിക്കടന്ന് നമ്മൾ അടിയുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഓരോ സഭാവിഭാഗത്തിനും അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, അതിൻ്റെതായ തനിമയുണ്ട്, അവരുടേതായ മൂല്യങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുക, ഉൾക്കൊള്ളുക.
ആരും ആരേക്കാൾ വലിയവരോ ചെറിയവരോ ആയിട്ടല്ല. എല്ലാവരും ഒരുമിച്ച് ചേരണം എന്ന കർത്താവിന്റെ ഹിതം ഒരു ഇടയനും ഒരു തൊഴുത്തുമായി തീരുന്ന വിധത്തിൽ ആ കർത്താവിന്റെ ഹിതം ഭൂമിയിൽ സ്ഥാപിക്കണം എന്ന് കരുതിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്നും എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കണമെന്നും മാർപ്പാപ്പായുടെ ആഹ്വാനം നിങ്ങൾ കേട്ടില്ലേ അറിഞ്ഞില്ലേ എന്നാണ് എനിക്ക് സംശയം. അതുകൊണ്ട് മാർപ്പാപ്പായുടെ മാത്രമല്ല, അത് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിന്റെയും തീരുമാനമാണ്, അവരുടെ നയമാണ്. കത്തോലിക്ക സഭ അവരാണിപ്പം പ്രാമുഖ്യം വലിപ്പം കൊണ്ടും എല്ലാ കാര്യത്തിലും കത്തോലിക്ക സഭയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ ഐക്യം എന്നുള്ള നിലയ്ക്ക് എല്ലാവരുടെയും വിശ്വാസത്തെ ബഹുമാനിക്കുകയും എല്ലാ വ്യക്തികളെയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നയത്തിലൂടെ ക്രൈസ്തവ സഭ 21ാം നൂറ്റാണ്ടിൽ പുതിയ വെല്ലുവിളികളിലും പുതിയ കാലഘട്ടത്തിലും സഭ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ജയത്തിന്റെ കൊടിയായിരിക്കണം ലോകത്തിൽ പറപ്പിക്കുന്നത്. അത് മാനവിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം. പഴയ കാലങ്ങളിൽ ഭൂതകാലങ്ങളുടെ ഭാണ്ഡങ്ങൾ പേറി ഈ കാലഘട്ടത്തിൽ ഇരുന്ന് തമ്മിൽ വഴക്ക് പിടിച്ച് പരിഹാസ്യരായി തീരാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരുമയുടെയും പാതകളിലേക്ക് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നാളത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സുറിയാനി സഭയിലെ മക്കൾ നാളെ പരിശുദ്ധ കുർബാനയിൽ ചെല്ലുമ്പോൾ കേൾക്കാൻ പോകുന്ന ഏവങ്കേലിയൻ ഭാഗത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്ന ഭാഗമാണ്. നിങ്ങൾ നാളെ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ലിസൺ ചെയ്യുക. നിങ്ങൾ നാളെ നിങ്ങളുടെ പള്ളികളിൽ ഇത് കേൾക്കും. ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ ആ വീട് എങ്ങനെ നിലനിൽക്കും? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാളത്തെ കുർബാനയിൽ. ആ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ വിശ്വാസികളും ആ പരിശുദ്ധ കുർബാന വിവിധ ദൈവാലയങ്ങളിലായിട്ട് അർപ്പിക്കുന്ന യാക്കോബായ വിഭാഗത്തിലെയും ഓർത്തഡോക്സ് വിഭാഗത്തിലെയും വൈദികരും ഈ കാര്യം ചിന്തിക്കുക, ധ്യാനിക്കുക. യേശു കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് എങ്ങനെ നിലനിൽക്കും? അത് നശിച്ചു പോകും എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. നാളെ നിങ്ങൾ ഏവങ്കേലിയൻ കാതീശോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏവങ്കേലിയം വായിക്കുമ്പോൾ പരിശുദ്ധ റൂഹ നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. കാരണം ആ ഏവങ്കേലിയനിൽ നാളെ നിങ്ങൾ വായിക്കാൻ പോകുന്ന ഏവങ്കേലിയനിൽ യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, പരസ്പരം കലഹിക്കുന്ന ഒരു വീടിനും ഭാവിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മലങ്കരയിലെ സഭാമക്കൾ ഇന്ന് നിങ്ങൾക്കുള്ള നേട്ടങ്ങളിലോ വിജയങ്ങളിലോ സാമ്പത്തികമായിരിക്കുന്ന ഇതിലൊന്നും അഭിരമിക്കുകയോ അഭിമാനിക്കുകയോ ചെയ്തിട്ട് ആവശ്യമില്ല. തമ്മിൽ കലഹിക്കുന്ന ഒരു വീട് നിലനിൽക്കത്തില്ലെന്ന് യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളത്തെ ഏവെങ്കിലും ഭാഗം ധ്യാനത്തിന്റെ സമയത്ത് പരിശുദ്ധ റൂഹ എല്ലാവരോടും സംസാരിക്കട്ടെ. മലങ്കരയിലും സമാധാനം ഉണ്ടാകട്ടെ. ലോകമെങ്ങും ക്രൈസ്തവ സഭയിൽ സമാധാനം ഉണ്ടാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മുഴുവൻ അതാ പറഞ്ഞേ, ലോകവ്യാപകമാം ശാന്തി, തിരുസഭ തന്നിൽ സംപ്രീതി, ഇവയെല്ലാം ഉണ്ടായിടണമേ. വെറുതെ കന്യാമറിയാമിനെ പഴി പറയുകയാണ്. കന്യാമറിയാമിന്റെ പ്രാർത്ഥനയാൽ ഇതെല്ലാം സംഭവിക്കണമെന്ന് കന്യാമറിയാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ലോകവ്യാപകമാം ശാന്തി, തിരുസഭ തന്നിൽ സംപ്രീതി, ഇവയെല്ലാം ഉണ്ടാകുവാൻ പരിശുദ്ധ മറിയത്തിന്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന നമുക്കുണ്ട്. സ്വർഗവാസികൾ മുഴുവൻ സാഹൂതം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വാനവസേനകളൊക്കെ ഔത്സുക്യത്തോടെ കാക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. എന്താണ്? മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ഈസ് മെയ്ഡ് നോൺ ത്രൂ ദ ചർച്ച് ടു ദ പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. അപ്പോൾ സ്വർഗവാസികളായിരിക്കുന്ന മാലാഖമാരും വിശുദ്ധന്മാരും എല്ലാവരും ഈ സഭയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സഭയിൽ ക്രിസ്തുവിന്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്നും ഈ ലോകത്തിൽ ആ ഐക്യം എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്നും ആ ക്രിസ്തുവിന്റെ സ്നേഹവും ഐക്യവും സഭയിലൂടെ വെളിപ്പെടുമ്പോൾ ഭൂമി മുഴുവൻ സമുദ്രം വെള്ളം കൊണ്ട് നിറയുന്നത് പോലെ ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയും. സഭയിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെ മനുഷ്യജീവിതത്തിന്റെ അന്ധകാര തലങ്ങളെ പ്രകാശപൂരിതമാക്കും. അങ്ങനെ മനുഷ്യജീവിതത്തിൽ ക്രിസ്തുജയം ഉണ്ടാകും. ആ ക്രിസ്തുവിന്റെ വിജയം ഉണ്ടാകുമ്പോൾ മാനവികതയിൽ ഊന്നി ഒരു സ്വർഗരാജ്യമായി ഭൂമി മാറുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ ഉദിക്കും. അപ്പോഴാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അതുവരെ സ്വർഗം അവനെ ഹോൾഡ് ചെയ്യേണ്ടതാകുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:16. ആദികാലം മുതൽ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത മുഴുവൻ പ്രവചനങ്ങൾക്കും അപ്പോൾ മാത്രമേ നിവർത്തി വരികയുള്ളൂ. അപ്പോൾ മാത്രമേ കർത്താവ് വരികയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നിങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം കർത്താവിന് വരാൻ കഴിയുകയില്ല. അതുകൊണ്ട് വഴക്കുകൾ മാറട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ഐക്യം ഉണ്ടാകട്ടെ. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആയാലും ബൈസന്റിയൻ ഓർത്തഡോക്സ് ആയാലും ഓറിയന്റൽ ഓർത്തഡോക്സ് ആയാലും റോമൻ കാത്തലിക് ആയാലും എല്ലാം വിഭാഗങ്ങൾ മറന്ന് ആ ഐക്യം ഉണ്ടാകട്ടെ. ആ ഐക്യം നിങ്ങളുടെ ഭരണ കാര്യങ്ങളിലല്ല ഞാൻ പറഞ്ഞത്. ആ ഐക്യം എവിടെയാണ് ഉണ്ടാകുന്നത്? ഫെയ്ത്ത് ആൻഡ് കമ്മ്യൂണിയൻ, വൺ കോമൺ ഫെയ്ത്ത് ആൻഡ് ഇൻ സാക്രമെന്റ്സ്, വിശ്വാസത്തിലും കൂദാശകളിലും.
അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കൗദാശികമായ ഐക്യം എല്ലാ സഭകളിലും ഉണ്ടാകട്ടെ. ആ കൗദാശിക ഐക്യത്തിലേക്ക് സഭകൾ നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് ഒരു ശുഭരാത്രിയും അമേരിക്കയിൽ കാണുന്നവർക്ക് ഒരു ശുഭദിനവും ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.